ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ മിൽക്ക് ഷേക്ക് അല്ല, ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക്. അപ്പോൾ ഏത്തപ്പഴവും ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി സ്ഥിരം പറയുന്നത് പോലെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഏത്തപ്പഴം, ഈന്തപ്പഴം ഒരു 10-12 ഈന്തപ്പഴം, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്. നിർബന്ധമില്ല, ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം എടുത്തതാണ്. പിന്നെ വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള പാല്, അതായത് ഞാൻ തിളപ്പിച്ചാറച്ച പാലാണ്. അതിനുശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് അത്യാവശ്യം കട്ടിയാക്കി എടുത്തതാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ വേണ്ടത് തേന്. അപ്പോൾ ഇത്രയും മതിയാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഈ പാലിലേക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തിളപ്പിച്ച പാല് തന്നെയാണ്. ചില ടൈപ്പ് ഈന്തപ്പഴം നല്ല സോഫ്റ്റാണ്, ഇത് അത്ര സോഫ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം കിട്ടുവാണെങ്കിൽ നേരെ നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം. ഇതൊരു 12 ഈന്തപ്പഴമുണ്ട്. ഓക്കെ, ഇത് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കാഷ്യൂ നട്ട്സ്, ഈ അണ്ടിപ്പരിപ്പ് തന്നെയായിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മറ്റേതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയില്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കാഷ്യൂ നട്ട്സ് ഇതുപോലെ കറക്കിയെടുത്തിട്ടുണ്ട്. ഈ ഷേക്കിന് കൂടെ അണ്ടിപ്പരിപ്പും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുതിരാനായിട്ട് മാറ്റി വെച്ച് ഏകദേശം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ പാലോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ പാലും കൂടെ കൂട്ടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് പാലും ചേർത്ത് നമ്മൾ ഈന്തപ്പഴവും ഏത്തപ്പഴവും കൂടെ അരച്ചെടുത്തതാണ്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. ഇനി ഇതിലേക്ക് ആ തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. 1 കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് അളന്ന് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ലൂസാവാൻ പാടില്ല ഈ ഷേക്ക്. അപ്പോൾ ഇതിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം.
അങ്ങനെ ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതിയാകും, ഒത്തിരി ലൂസാവാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ആ തിക്നെസ് മനസ്സിലാക്കിയിട്ട് വേണം പിന്നീട് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആവശ്യത്തിന് നല്ല മധുരമൊക്കെ ഉണ്ട്. ഈന്തപ്പഴത്തിനും ഏത്തപ്പഴത്തിനും ഒക്കെ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തേൻ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണിത്. ഈന്തപ്പഴത്തിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ഇതിലുണ്ട്. പൊട്ടാസ്യം, കാൽസ്യം, അയൺ ഇതെല്ലാം ചേർന്നിട്ടുള്ള വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈന്തപ്പഴം മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.